ഈ ഇലക്ഷനിൽ ആം ആദ്മി സ്ഥാനാർത്ഥികളുണ്ടോ? 75 മുകളിൽ പോകും. അതായത് ഭൂരിപക്ഷം കിട്ടിയാൽ കേരളം ഭരിക്കാൻ പറ്റും. ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് 75 സീറ്റിന് മുകളിലാണ്. അപ്പോൾ ഞങ്ങളെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ആം ആദ്മിയുടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? സാമ്പത്തികം കൊടുത്ത് സ്ഥാനാർത്ഥി പട്ടം കിട്ടത്തില്ല. ഇതെല്ലാം ഫണ്ടിങ്ങിൻ്റെയും ഇതെല്ലാം വിലപേശലുകളുടെയും ഇതെല്ലാം ബാർഗെയിനിങ്ങുകളുടെയും ഇതെല്ലാം സമ്മർദ്ദങ്ങളുടെയും ഭാഗമായിട്ടല്ല. ഈ പൊളിറ്റിക്സ് നമ്മുടെ ചെറുപ്പക്കാർ കണ്ടാൽ ആരെങ്കിലും ഇതിനകത്തോട്ട് വരുമോ? ഞങ്ങൾ നടത്തിയ സമരങ്ങളെല്ലാം സാധാരണക്കാരൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന വിഷയങ്ങളെ സമരം നടത്തി. ഞാൻ പറയാൻ പോകുന്നു, കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്ന മുഴുവൻ കള്ളപ്പണത്തിൻ്റെ ബേസിലാണ്. ഒരു MLA ഞങ്ങൾ കിട്ടിയാൽ കേരളത്തിൽ ഞങ്ങൾ കത്തിപ്പടരും. CPM പറയുന്നത് ഒരു കനൽ മതി എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്കൊരു MLA മതി. ഒറ്റ MLA ഞങ്ങൾക്കുണ്ടായാൽ നിയമസഭയിൽ ഞങ്ങൾ തീ പാറിക്കും. നമസ്കാരം. പോഡ്കാസ്റ്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ആം ആദ്മി പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. വിനോദിനോട് ആദ്യമായി ചോദിക്കാനുള്ളത്, ഈ ഇലക്ഷനിൽ ആം ആദ്മി സ്ഥാനാർത്ഥികളുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്? 43 പേരാണ് ഈ 19-ാം തീയതി വരെ നാഷണൽ കമ്മിറ്റി സ്റ്റേറ്റിൽ നിന്ന് കൊടുത്ത ലിസ്റ്റുകൾ അനുസരിച്ച് അവരുടെ പരിശോധനയ്ക്ക് ശേഷം ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓൾറെഡി 43 ഡിക്ലെയർ ചെയ്തു. അത് ഏതെല്ലാം ജില്ലകളിലാണ്? എല്ലാ ജില്ലകളുടെയും പ്രാതിനിധ്യമുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ നിയോജക മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട്. അതുപോലെ കോട്ടയത്ത് 2 മണ്ഡലങ്ങളിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന മൊമെന്റ് ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും പ്രാതിനിധ്യമുണ്ട്. ഇനിയും 3rd ലിസ്റ്റ് 2 ലിസ്റ്റായിട്ട് ഇറക്കിയിരിക്കുന്നത്. 3rd ലിസ്റ്റ് ആകുമ്പോഴത്തേന് നമ്മുടെ പ്രതീക്ഷ 75 മുകളിൽ പോകും. അതായത് ഭൂരിപക്ഷം കിട്ടിയാൽ കേരളം ഭരിക്കാൻ പറ്റും. ഒരുമാതിരി എല്ലാ മണ്ഡലങ്ങളും കവർ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ഓൾറെഡി 19 അതെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മുന്നണി സംവിധാനത്തിലില്ലല്ലോ. കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 98 സീറ്റിലേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസ് മത്സരിക്കും. ഞങ്ങളെക്കാളും വലിയ പാർട്ടി എന്ന് പറയുന്നത് ലീഗ് 28 സീറ്റിലേ ഉള്ളൂ. CPM മത്സരിക്കുന്നത് ഏതാണ്ട് 68 സീറ്റിലാണ്. ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് 75 സീറ്റിന് മുകളിലാണ്. അപ്പോൾ ഞങ്ങളെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അപ്പോൾ ശരിക്കും ഈ ആം ആദ്മിയുടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? നിങ്ങളൊരു സ്ക്രീനിങ് എങ്ങനെയാണ് നോക്കുന്നത്? അല്ല, നമ്മൾ സാമ്പത്തികം കൊടുത്ത് സ്ഥാനാർത്ഥി പട്ടം കിട്ടത്തില്ല. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ കയറി വന്ന TV-യിൽ കാണുന്നത് മുഴുവൻ റിബൽ നീക്കവും വിവാദ നീക്കവും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട്, ഈ സീറ്റിന് വേണ്ടി. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ലോക്സഭയിൽ മത്സരിച്ച് MP ആയിരിക്കുന്ന ഒരാൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മുടെ ഈ സംസാരത്തിൽ, MP ആയിരിക്കുന്ന ഒരാൾ MLA ആവാൻ ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? MP ആയിട്ടുള്ള ആൾ MP ആകാൻ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? കേന്ദ്ര മന്ത്രിസഭയിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്ന് കരുതിയാണല്ലോ MP ആകാൻ പോകുന്നത്. അവിടെ MP ആകാൻ പോയി, MP ആയി. പക്ഷേ അധികാരത്തിൽ പാർട്ടി വന്നില്ല. അവിടെ പ്രത്യേകിച്ച് റോളില്ല, അധികാരമില്ല. ഒരു MP അവിടെ നിന്നുകൊണ്ട് വീണ്ടും MLA ആവാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ്? വീണ്ടും അപ്പോൾ ജനസേവനമല്ല ലക്ഷ്യം, മറിച്ച് ആജീവനാന്തം സാധാരണക്കാരൻ്റെ ചെലവിൽ ഉണ്ട് ഉറങ്ങി ജീവിക്കുക എന്ന് പറയുന്ന വെറും അധികാരം മാത്രമാണ് അല്ലേ? ഇതെല്ലാം ഫണ്ടിങ്ങിൻ്റെയും ഇതെല്ലാം വിലപേശലുകളുടെയും ഇതെല്ലാം ബാർഗെയിനിങ്ങുകളുടെയും ഇതെല്ലാം സമ്മർദ്ദങ്ങളുടെയും ഭാഗമായിട്ടല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എത്ര നമ്മൾ ചുമ്മാ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഓട്ടോയിൽ വന്ന സമയത്ത് ചോദിച്ചു, അപ്പോൾ അയാൾ തന്നെ പറയുകയാണ്, ഈ പൊളിറ്റിക്സ് നമ്മുടെ ചെറുപ്പക്കാർ കണ്ടാൽ ആരെങ്കിലും ഇതിനകത്തോട്ട് വരുമോ? അപ്പോൾ അവിടെ ആം ആദ്മി വെക്കുന്നത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ നോക്കൂ, ഓരോരുത്തരെയും നോക്കൂ. എനിക്ക് വലിയ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഞങ്ങളുടെ വയനാട് സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കുന്നത് പ്രകൃതി എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമണാണ്. അവരൊരു ടീച്ചറാണ്, ഒരു മെൻറ്ററാണ്, ഒരു കവയിത്രിയാണ്, ഒരു ട്രാൻസ് വുമണാണ്, പണിയ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങൾ മത്സരിപ്പിക്കുകയാണ്. ഇവിടെ ട്രാൻസ് വുമൺ ഒക്കെ ഉണ്ടല്ലേ? അവരെയൊക്കെ മെട്രോയിൽ അവർക്ക് ജോലി കൊടുത്തതുകൊണ്ടോ ഏതെങ്കിലും ന്യൂസ് ചാനൽ റീഡർ ആക്കിയത് കൊണ്ടോ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനൊന്നും പറ്റില്ല. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നിയമനിർമ്മാണ സഭകളിൽ അവിടെ പ്രാതിനിധ്യം ഉണ്ടാവണം. ആം ആദ്മി പാർട്ടിക്ക് സുൽത്താൻ ബത്തേരിയിലും വയനാടിനും ആളില്ലാത്തതുകൊണ്ടല്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച 3 മെമ്പർമാരിൽ ഒരാൾ വയനാട് ജില്ലയിൽ നിന്നാണ്. ഞങ്ങൾക്ക് അവിടെ ആളുണ്ട്. പക്ഷെ ഞങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചത് അങ്ങനെയുള്ള മനുഷ്യരെയാണ്. അതായത് ഒരാളും ചേർത്ത് പിടിക്കാത്ത, അല്ലെ ഒരാളും ഇത്തരം പൊസിഷനിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ പൊസിഷൻ കൊടുക്കാത്ത ഒരു വലിയ വിഭാഗത്തിന്, അല്ലെങ്കിൽ വലിയ വരേണ്യവർഗത്തിന് മാത്രം ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നിയമനിർമ്മാണ സഭകളിലെ പ്രാതിനിധ്യം സാധാരണക്കാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ ഞങ്ങളുടെ പട്ടികയിലുണ്ട്, കേബിൾ TV ഓപ്പറേറ്റർ ഞങ്ങളുടെ പട്ടികയിലുണ്ട്, അധ്യാപകർ ഞങ്ങളുടെ റിട്ടയർഡായ പ്രൊഫസർ ഞങ്ങളുടെ പട്ടികയിലുണ്ട്, ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്ത് വിരമിച്ച ആൾ ഞങ്ങളുടെ പട്ടികയിലുണ്ട്, റിട്ടയർ ചെയ്തവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗത്തിലും പെട്ട. അതിൽ പറയാൻ എനിക്കൊരു കാര്യമുള്ളത്, ആം ആദ്മി പാർട്ടിയുടെ ഒരു രസകരമായ സംഭവം, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല, ഡൽഹിയിൽ മത്സരിച്ച് MLA 2ാം ടൈമിൽ ഡൽഹിയിൽ മത്സരിച്ച് MLA ആയവരുടെ കഥ രസകരമാണ്. അദ്ദേഹം ഒരു സാധാരണ തൂപ്പ് തൊഴിലാളി, അവിടുത്തെ ഡൽഹി കോർപ്പറേഷനിലെ തൂപ്പ് തൊഴിലാളിയാണ്. അദ്ദേഹം ഡൽഹി കോർപ്പറേഷൻ തൂപ്പ് തൊഴിലാളിയായിട്ടിരിക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. ആ സമയത്ത് ആം ആദ്മി പാർട്ടി അല്ല ഡൽഹി ഭരിക്കുന്നത്, അവിടുത്തെ കോർപ്പറേഷൻ ഭരിക്കുന്നത്. നിസ്സാരമായ കാരണത്തിന് ആ ഞങ്ങളുടെ ചിഹ്നം ചൂലാണല്ലോ, ആ വൃത്തിയാക്കുന്ന അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് MLA സീറ്റ് ടിക്കറ്റ് കൊടുത്തു.
അദ്ദേഹം ഡൽഹിയിലെ MLA ആയി. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കോർപ്പറേഷനിൽ, തൂപ്പ് തൊഴിലാളിയായിരുന്ന കോർപ്പറേഷനിൽ MLA ആയി അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു. അത് ഞങ്ങൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈൽ ഷോപ്പിലിരിക്കുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുത്തു, അവർ MLA ആയി. അപ്പോൾ എന്തിനാണ് ചെയ്യുന്നത് അറിയാമോ? നിയമനിർമ്മാണ സഭകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ അസംബ്ലിയിൽ കഴിഞ്ഞ അസംബ്ലി പീരീഡിൽ 168 നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളാരും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച മുഴുവൻ ശബരിമല വിഷയവും സ്വർണ്ണക്കടത്തും ഇതൊക്കെയാണ്. അതായത് ഷൂട്ട് ചെയ്ത് പുറത്തു വരുമ്പോൾ ജനങ്ങൾക്ക് വൈകാരികമായി അവരുടെ ഫീലിങ്സുകളെ ഉദ്ദീപിപ്പിക്കുന്ന ചർച്ചകൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. മെറിറ്റോറിയസ് ആ ഒരു ചർച്ചയും നമ്മൾ കാണുന്നില്ല. ആ സമയത്ത് ഇവരെല്ലാം വാക്കൗട്ടാണ്. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ, ടാക്സിനെ പറ്റിയുള്ള നിയമനിർമ്മാണമുണ്ട്, റോഡുകളെ പറ്റിയുള്ള നിയമനിർമ്മാണമുണ്ട്, അതുപോലെ ബിൽഡിംഗ് ടാക്സിനെ നിയമം, ഇതിനൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഇതിൽ ഈ 140 ആൾക്കാരും അവിടെ നിന്ന് വാക്കൗട്ടായി പോകുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി പാസ്സാക്കും. ഇതിനെപ്പറ്റി ചർച്ചയില്ല. പക്ഷേ എന്തുകൊണ്ട് ആം ആദ്മി ഇതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല? ഇപ്പോൾ അങ്ങീ പറഞ്ഞ പല കാര്യങ്ങൾ, ഈ നിയമനിർമ്മാണങ്ങൾ പ്രതിഷേധവുമായി രംഗത്തോട്ട് ഇറങ്ങാത്തത് എന്താണ്? അതാ ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾ കഴിഞ്ഞ എൻ്റെ കമ്മിറ്റി, അതിന് മുമ്പുള്ള കമ്മിറ്റിയിൽ മഹാരാജന്മാർ ഈ പാർട്ടിയെ നയിച്ചിട്ടുണ്ട്. എൻ്റെ കമ്മിറ്റിയെ പറ്റി ഞാൻ പറയാം. എൻ്റെ കമ്മിറ്റി 3 വർഷമായി വന്നതിന് ശേഷം ഞങ്ങളെടുത്ത വിഷയങ്ങൾ, ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത വിഷയങ്ങൾ കേരള സമൂഹം, പൊതുസമൂഹം അതിഗംഭീരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ചർച്ച ചെയ്യപ്പെടാതെ പോയത് ഞങ്ങളുടെ വിസിബിലിറ്റി ഫാക്ടറിൻ്റെ പ്രശ്നമാണ്. ഇപ്പം ഈ നിയമസഭ അസംബ്ലി സീറ്റിലെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു പത്രത്തിൽ കൊടുക്കണം, അല്ലേ? അതിന് ഞങ്ങൾക്ക് ഫണ്ടില്ല. ഫണ്ടില്ലാത്തതിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാം. കേരളത്തിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വർഷത്തെ KSEB ബില്ലിനെ പറ്റി ആ പോരാട്ടം നടത്തിയത് ആം ആദ്മി പാർട്ടിയാണ്. അതെ, ഞാനത് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഞങ്ങൾ സമരം ചെയ്തത് ചരിത്രത്തിലാദ്യമായിട്ട് ഞങ്ങൾ സമരം ചെയ്തത് KSEB നിരക്ക് വർധനവിന് മുമ്പാണ്. ഇവിടുത്തെ സമരങ്ങളെല്ലാം വർധനവിന് ശേഷം വന്നതാണ്. ആ സമരം എങ്ങോട്ടാണ് ചെയ്യുന്നത്? വൈദ്യുതി ഓഫീസുകളുടെ മുൻപിലേക്കാണ് ചെയ്യുന്നത്. അവിടെ സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം റെഗുലേഷൻ കമ്മിറ്റിയിൽ ആദ്യം പോകും, റെഗുലേറ്ററി കമ്മീഷനിൽ ഞങ്ങൾ പോയി സമരം ചെയ്തു. സമരമല്ല ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായി സ്ട്രൈക്ക് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ പൊതു ഹിയറിങ്ങിൽ, അവിടെയാണല്ലോ ആ പൊതു ഹിയറിംഗ് വെച്ചിരിക്കുന്നത്, കൂട്ടണോ കുറയ്ക്കണോ എന്ന് വേണ്ടിയിട്ടാണ്. ആ പൊതു ഹിയറിങ്ങിൽ ഞങ്ങൾ ആളുകളെ എത്തിച്ചു. ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആളുകൾ കോഴിക്കോട്, എറണാകുളത്ത്, പാലക്കാട്, തിരുവനന്തപുരത്ത്. എറണാകുളം ടൗൺ ഹാളിൽ 1600 പേർക്ക് എന്നത് ഫില്ലായി. അപ്പം പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുത്തു. റെഗുലേറ്ററി കമ്മീഷൻ KSEB നിരക്ക് വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഈ പൊതു തെളിവെടുപ്പിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, നാട്ടുകാർക്ക് പറയാനുള്ളത് പറയാം, ഇതാണ് അവസരം എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങളെ അവിടെ എത്തിച്ചു. അതവർ കേൾക്കാണ്ടായി. ഇത്രയും ജനങ്ങൾ തർക്കം ഉന്നയിച്ചിട്ടും അവർ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ റെഗുലേറ്ററി കമ്മീഷനിലേക്ക് പൊളിറ്റിക്കൽ സ്ട്രൈക്ക് ചെയ്തു. രണ്ടാമത്തെ ഘട്ടം അത് വേണ്ടേ? ആദ്യം പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ, രണ്ടാമത്തത് സ്ട്രൈക്ക്. എന്നിട്ടും കൂട്ടുന്നുണ്ടപ്പോൾ ഞാൻ കേരള ഹൈക്കോടതി കേസ് കൊടുത്തു, സുപ്രീം കോടതി വരെ പോയി. അപ്പം ഞങ്ങൾ 3 തരം പോരാട്ടവും നയിച്ചു. എഡ്യൂക്കേഷൻ കൊടുത്തു, പൊളിറ്റിക്കൽ സ്ട്രൈക്ക് നടത്തി, തെരുവിലിറങ്ങി, ലീഗൽ ഫൈറ്റ് നടത്തി. ഒരാളും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമാണ് തെരുവുനായ പ്രശ്നം. കേരളത്തിൽ തെരുവുനായ പ്രശ്നം രൂക്ഷമായപ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഞങ്ങൾ കേരളത്തിലെ ഉടനീളം ഞങ്ങൾ ക്യാമ്പയിൻ നടത്തി. ഞങ്ങൾ രസകരമായൊരു ക്യാമ്പയിൻ നടത്തി. പട്ടികളെ, ഞങ്ങളുടെ കുട്ടികളെ കടിക്കുന്ന പട്ടികളോട് ഞങ്ങൾ സംസാരിച്ചു. കേരളത്തിൽ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തി പട്ടികളോട്. കാരണം പട്ടികളോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ സമരം നടത്തി. അത് ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയമാണെന്നും ഞാൻ ഗീർവാണൊന്നും അടിക്കുന്നില്ല. പക്ഷേ എന്തോ ഞങ്ങളുടെ സമരം നടത്തി 22ാമത്തെ ദിവസം കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഞങ്ങൾ ഉന്നയിച്ച 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിച്ചു. ഷെൽട്ടർ ഹോമിനെ പറ്റി, അതുപോലെ തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞങ്ങൾ ആ വിഷയത്തിൽ സമരം നടത്തി. ഇപ്പോൾ എറണാകുളത്താണ് നമ്മളിരിക്കുന്നത്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ കേരളത്തിൽ നമ്മുടെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചു. അതിനുശേഷം ഞങ്ങൾ നടത്തിയ ഈ ഗവൺമെൻറ് ബിൽഡിങ്ങുകളുടെ ശോചനീയാവസ്ഥയെപ്പറ്റി ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യുകയും കൊല്ലവും എറണാകുളമുള്ള KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ സ്ട്രൈക്ക് നടത്തി. എറണാകുളം ബസ് സ്റ്റാൻഡ് സ്ട്രൈക്ക് നടത്തി. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് നമ്മൾ KB ഗണേഷ് കുമാർ അവിടെ വന്ന് സന്ദർശിച്ചത്. ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയമാണെന്നല്ല ഞാൻ പറയുന്നത്, ഞങ്ങൾ ചെയ്ത വിഷയങ്ങളിൽ പിന്നീടുണ്ടായ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പ്, ഞങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നത് തൊടുപുഴ ഇടുക്കിയിലാണ്. അവിടെ മത്സരിക്കുന്നത് ബേസിൽ ജോൺ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ചെറുപ്പക്കാരൻ, അഡ്വക്കേറ്റാണ്. അദ്ദേഹം തുടങ്ങി വെച്ചൊരു സമരം ആം ആദ്മി പാർട്ടി ഏറ്റെടുത്തു. ആ സമരം എന്താണെന്നറിയാമോ? കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് പാതിവില തട്ടിപ്പാണ്. പാതിവില തട്ടിപ്പിലെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകൾ ഭർത്താക്കന്മാരെ സഹായിക്കാൻ വേണ്ടി ചെറിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ സമ്പാദ്യം സ്വരൂപിക്കുന്നത്. ഈ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തിട്ട് പകുതി വിലയ്ക്ക് വാഷിംഗ് മെഷീൻ, പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാങ്ങിച്ചു. അപ്പം അതിനെ കളിയാക്കി ചിലർ ചോദിച്ചു, പകുതി വിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി വാങ്ങിച്ച എന്തിനാണ്? അങ്ങനെയല്ല, പകുതി വിലയ്ക്ക് അത് വാങ്ങാൻ ശേഷിയുള്ളവരാണ് പോയത്. സംസാരിക്കുന്ന നമുക്ക് ഫുൾ വില കൊടുത്ത് വാങ്ങാം. അവർ പോയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? അവർ വിശ്വസിക്കുന്ന സോക്കോൾഡ് പാർട്ടികളുടെ നേതാക്കന്മാരുടെ വാക്കിൻ്റെ പുറത്താണ് പോയത്. കാരണം ഈ പ്രതി ഈ നേതാക്കന്മാരെയും കബളിപ്പിച്ചു എന്ന് തന്നെ വിശ്വസിക്കാം നമുക്ക്. അങ്ങനെയാണല്ലോ, അവരുടെ അറിവോടുകൂടിയല്ല എന്ന് പറയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം
അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ സോ കോൾഡ് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിൻ്റെ കാരണം ഈ പറയുന്ന മൂവാറ്റുപുഴ അടക്കം എറണാകുളം അടക്കമുള്ള ചില സ്ഥല MLA-മാർ ഈ പ്രതിയുടെ കയ്യിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നമ്മളെ കബളിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണം വിട്ടു. ഒരു SIT രൂപീകരിച്ചു, SIT പിരിച്ചുവിട്ടു. ആ സ്ത്രീകൾക്ക് ഇപ്പോഴും പണം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തി. ജലപീരങ്കി പ്രയോഗം ഞങ്ങൾ ഏറ്റു. ഞങ്ങൾ പോയി നിയമസഭയിൽ, സെക്രട്ടറിനെ പഠിക്കലല്ല, അവിടെ പോയിട്ട് കാര്യമില്ല, ഉദ്യോഗസ്ഥരാ. നിയമസഭയിലിരിക്കുന്ന 140 പൊങ്ങന്മാരിരിക്കുന്നിടത്തേക്ക് ഞങ്ങൾ സമരം നടത്തി. സമരം നടത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞെന്താണ്, പാതിവില തട്ടിപ്പിൽ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, പാവപ്പെട്ട സ്ത്രീകളെ. എന്നിട്ട് അങ്ങ് കേൾക്കൂ, കോഴിക്കോടും തിരുവനന്തപുരത്തും ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് വന്നത് കോൺഗ്രസ് കുടുംബത്തിലുള്ള CPM കുടുംബത്തിലുള്ള സ്ത്രീകൾ വന്നു. കാരണം എന്താ, തട്ടിപ്പിനിരയായിട്ട് ഇവരുടെ ഭർത്താക്കന്മാർ പാർട്ടിക്കാരാ, സംരക്ഷിക്കത്തില്ല. കാരണം നേതാക്കന്മാർ വിളിച്ചത് ബ്ലോക്ക് ചെയ്തു. അതിൻ്റെ മൊത്തം എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതായത് ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് വന്ന് കേരളത്തിൽ ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി നടത്തുന്ന സമരപ്പന്തലിൽ CPM-ൻ്റെയോ BJP-യുടെയോ കുടുംബക്കാർ പോകത്തില്ല. പക്ഷേ ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് രാഷ്ട്രീയം മറന്ന ആളെത്തി. അത് ഞങ്ങൾ മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് വന്നതല്ല, ഞങ്ങൾ ഒരു ദിവസം വണ്ടിക്കൂലി കൊടുത്തിട്ട് വന്ന ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം സഹകരണ ബാങ്ക് തട്ടിപ്പ്, പാതിവില തട്ടിപ്പ്. ഇപ്പം ഞങ്ങളുടെ കോട്ടയത്ത് മത്സരിക്കുന്ന ഡോക്ടർ സെലിൻ ഫിലിപ്പ് മാഡം, ഇപ്പം ഞങ്ങളുടെ അസംബ്ലിയിൽ മത്സരിക്കുന്ന സെലിൻ ഫിലിപ്പ് മാഡം ഏറ്റെടുത്ത സമരം, കോട്ടയത്ത് ഒരു കോളനിയിൽ കുടിവെള്ളമില്ല. ഇത്രയും വർഷമായി കേരളത്തിൽ. ഞാൻ ചോദിക്കട്ടെ, കുടിവെള്ളം ഒരു കോളനി കൊടുക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ, എന്നും ഈ കോളനിയിൽപ്പെട്ട മനുഷ്യർ അവിടെ കോളനിയിൽ കുടിവെള്ളമില്ലാതെ ജീവിക്കണമെന്നും അവർ വർഷാവർഷം അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കുടിവെള്ളത്തിൻ്റെ മോഹന വാഗ്ദാനം കൊടുത്ത് വോട്ട് കിട്ടാൻ വേണ്ടി അവരെ അങ്ങനെ ഇട്ടിരിക്കുക. ഒരു ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി ഉണ്ടെങ്കിൽ, ഒരു MLA ഉണ്ടെങ്കിൽ, ഒരു കോളനിയിൽ കുടിവെള്ളം കൊടുക്കാൻ എന്തെല്ലാം പ്രോജക്റ്റുകളുണ്ട്, കൊടുത്തിട്ടില്ല. ആ സമരം 10,000 അപേക്ഷകൾ തയ്യാറാക്കി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഒരു റിട്ടയർഡ് പ്രൊഫസറാണ് കോട്ടയത്തെ ഞങ്ങളുടെ കാൻഡിഡേറ്റ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സമരങ്ങൾ ഗംഭീരമാണ്. ഞങ്ങൾ ശബരിമല ലക്ഷ്യത്തിൽ സമരം ചെയ്തിട്ടില്ല, സത്യം. കാരണം എന്താ, അതിൻ്റെ ആവശ്യമില്ല. അത് മീഡിയ പബ്ലിസിറ്റിക്ക് മാറി. കാരണം ശബരിമല കൊള്ള നടത്തി കേസ് അന്വേഷിക്കും. പക്ഷേ അതിൻ്റെ പുറത്ത് വിശ്വാസ സംരക്ഷണ സമരം നടത്തി കോൺഗ്രസ്. എന്തിനാ? ആ ഇമോഷൻസിനെ എടുക്കാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾ നടത്തിയ സമരങ്ങളെല്ലാം സാധാരണക്കാരൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന വിഷയങ്ങളെ സമരം നടത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ ആം ആദ്മി ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. നമ്മൾ ഇലക്ഷനുമായി സംസാരിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികം ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ പോസ്റ്റർ ഒട്ടിക്കാനാണെങ്കിലും ചോരെഴുത്തിനാണെങ്കിലും സാമ്പത്തികം ഉണ്ടായേ പറ്റൂ. ആം ആദ്മി ആ സാമ്പത്തികത്തിൽ എങ്ങനെയാണ്? ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, പലപ്പോഴും ഒരു വലിയൊരു പിരിവിനോ ഒരു ഇതിനോ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാമ്പത്തികത്തെ ആം ആദ്മി കാണാൻ? ഒരു നിയമസഭാ സീറ്റിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന മാക്സിമം എമൗണ്ട് 40 ലക്ഷം രൂപയാണ്. 40 ലക്ഷം രൂപയ്ക്കുള്ളിൽ പ്രവർത്തനം നടത്തണം. പക്ഷേ അത് നടക്കാറ് 1.5 കോടി രൂപയില്ലാതെ. ഈ ഇടയ്ക്ക് ഞാനല്ല, നമ്മുടെ CPIയുടെ ദിവാകരൻ എന്ന് പറഞ്ഞൊരു മന്ത്രി, അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഇലക്ഷന് 2 കോടി രൂപയ്ക്കാണ് ചിലവാക്കുന്നത്, പക്ഷേ കള്ളപ്പണം. അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇനി മത്സരിക്കാത്തതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. 40 ലക്ഷം രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. നിമിൽ അതൊന്ന് ഇവിടെ ഇപ്പോൾ ഈ തൃക്കാക്കരയിൽ ഒന്ന് ഇറങ്ങി നടന്നിട്ട് ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ എണ്ണം നോക്കിയാൽ നമുക്കറിയാം എത്ര എമൗണ്ടിലോട്ട് പോകുന്നു. ഇത് മുഴുവൻ കള്ളപ്പണമാണ്. ഞാനിത് പറയാൻ കാര്യം, സുരേന്ദ്രൻ എന്ന് പറഞ്ഞ BJP-യുടെ നേതാവ് കൊടകരയിൽ ആക്സിഡൻറ്റിൽ കുഴൽപ്പണം അറിയാതെ ആ വിഷയത്തിൽ ഹൈക്കോടതി കേസ് കൊടുത്ത ആളാണ് ഞാൻ. അത് സ്വത്ത് വാങ്ങാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നെന്നും പറഞ്ഞായിരുന്നു ആദ്യം കേസെടുത്ത്. ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ രാത്രിയിൽ സുരേന്ദ്രൻ എന്തിനെത്തി? വസ്തു വാങ്ങാൻ കൊണ്ടുപോയി 1.5 കോടി രൂപ 75 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞാൽ കേസ് വന്നത്. പിന്നെ 3.5 കോടിയായി. ആ കേസ് എവിടെ പോയി? ED അന്വേഷിച്ചോ? കുഴൽപ്പണം. ഞാൻ അതിൻ്റെ ചാർജ് വായിച്ച ആളാണ്. FIR-ൽ ആദ്യം എടുത്തിരിക്കുന്നത് വസ്തുവിന് വേണ്ടി കൊണ്ടുവന്ന പൈസ എന്നാണ്. പിന്നീട് അന്വേഷണത്തിൽ ചാർജിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരുള്ള ഹവാല പണത്തിൽ നിന്നും കേരളത്തിൽ, അന്ന് ഇലക്ഷൻ നടക്കുന്ന സമയം, കേരളത്തിൽ ഇലക്ഷന് വേണ്ടി കൊണ്ടുവന്ന പണമാണെന്ന് ചാർജിൽ പറയുന്നുണ്ട് പോലീസിൻ്റെ. ആ വിഷയത്തിൽ ED അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി കേസ് കൊടുത്ത ആളാണ് ഞാൻ. സംസ്ഥാന സർക്കാർ എൻ്റെ ഹർജിയെ എതിർത്തു. CPM-ൻ്റെ പിണറായിയുടെ സർക്കാർ സുരേന്ദ്രനെതിരെ ED അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത ഹർജിയിൽ അങ്ങ് സമ്മതിച്ചാൽ പോരെ? തീർച്ചയായിട്ടും അതിനെ എതിർത്തു. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്നു, കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്ന മുഴുവൻ കള്ളപ്പണത്തിൻ്റെ ബേസിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സീറ്റിന് വേണ്ടി ഇത്ര അടി നടക്കുന്നത്. ഒരുപാട് സെറ്റിൽമെൻറ്റുകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഞങ്ങൾക്ക് 1 രൂപ പോലും ഒറ്റ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും അൺഅക്കൗണ്ടബിളായിട്ട് വാങ്ങാൻ കഴിയില്ല. ഞങ്ങൾക്കിപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 2 രീതിയിലാണ് ഞങ്ങൾക്ക് പറ്റുന്നത്. ഒന്ന്, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ പേരിൽ ഞങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ആ ബാങ്ക് അക്കൗണ്ട് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം, ഞങ്ങൾക്ക് ആർക്കും അയച്ചു കൊടുക്കാം. ആ അക്കൗണ്ടിലേക്ക് ഇത് ക്ലോസ് ചെയ്യുന്ന സമയം വരെ ഞങ്ങൾക്ക് വരുന്ന പണം അക്കൗണ്ട് കാണിക്കണം. ആ അക്കൗണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നത്. അതിൽ വരുന്ന പണമാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇത്ര സുതാര്യമായ ഫണ്ടിങ് സംവിധാനം വേറെ ഏത് പാർട്ടിക്കുണ്ട്? 2, സ്പോൺസർഷിപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്കൊരു 10 ഫ്ലെക്സ് അടിക്കണം. ആ 10 ഫ്ലെക്സ് അടിക്കുന്ന
കടയിലേക്ക് എനിക്കത് സ്പോൺസർ ചെയ്യുന്ന ആൾ പൈസ അയച്ചു കൊടുക്കണം. ഞാൻ ഇടനിലക്കാരനല്ല. ഈ രീതിയിൽ മാത്രമേ ഞങ്ങൾക്ക് വരുന്ന ഫണ്ട് നേരെ നാഷണൽ അക്കൗണ്ടിലോട്ട് പോകും. നാഷണൽ അക്കൗണ്ടിൽ ഞങ്ങൾ ക്ലെയിം ചെയ്തെടുക്കും. സോ കേരളത്തിൽ ഈ നിയമസഭാ ഇലക്ഷനിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന 40 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിന്നുകൊണ്ട്, അത്രയും പോലും ഞങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റില്ല, അങ്ങനെ കിട്ടില്ല. ആ 40 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഈ ഇലക്ഷൻ നടത്തുന്ന ഒറ്റ പാർട്ടിയുള്ള ആം ആദ്മി പാർട്ടിയാണ്. 1.5 കോടി രൂപയാണ് ഞങ്ങൾ ഓപ്പോസിറ്റ് ഉള്ളവരോട് ഞങ്ങൾ മുട്ടേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ വിസിബിലിറ്റി ഫാക്ടർ കുറയും. പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഇപ്പം ഞങ്ങൾക്ക് ഈ രീതിയിലെ ഫണ്ട് വാങ്ങാൻ പറ്റും. ഇപ്പം ഞാനൊരു സ്ഥാപനത്തിൽ ചെന്നാൽ ആം ആദ്മിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചെല്ലുന്നിട്ട് പറയുകയാണ് ഇലക്ഷൻ മത്സരിക്കാമോ സാർ, ഒരു 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ ആ 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ക്യാഷായിട്ട് വാങ്ങാൻ കഴിയില്ല. ഞങ്ങൾക്ക് അത് ചെക്ക് വാങ്ങാനേ കഴിയുള്ളൂ. അത് ചെക്ക് നാഷണൽ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ ക്ലെയിം ചെയ്യും, ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച ചെക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് തിരിച്ചു വരും. ഇനി വേറെ വിഷയം, ഞങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് അക്കൗണ്ടും തുടങ്ങാൻ കഴിയില്ല. പൈസ പിരിക്കാൻ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ, സെൻട്രലൈസ് ഒറ്റ അക്കൗണ്ട്, നാഷണൽ അക്കൗണ്ട്. അവിടേക്കാണ് പണം പോകുന്നത്. ആ പണം എടുക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആലോചിച്ച് എന്തൊരു ഭംഗിയാണെന്ന് നോക്കും. ഓരോ ഇലക്ഷൻ ഒരു കാൻഡിഡേറ്റ് ഡിക്ലെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ നോമിനേഷൻ സ്വീകരിച്ച് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേയിൽ അദ്ദേഹത്തിൻ്റെ പേരിലും പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിയുടെ പേരിലും ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങുന്നു. ആ അക്കൗണ്ട് സോഷ്യൽ മീഡിയയിലോ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പണം സ്വീകരിച്ചാണ് ഇലക്ഷൻ മത്സരിക്കുന്നത്, എനിക്ക് പണം തരണം എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിൽ കൊടുക്കുന്ന പണം ആ ഇലക്ഷൻ്റെ എന്നാണോ ഇലക്ഷൻ തീരാന്നത് ക്ലോസ് ചെയ്ത് കണക്ക് കൊടുത്തിരിക്കണം. ശ്രീ വിനോദ് മത്സരിക്കുന്നുണ്ട്. ഞാൻ ഇത്തവണ മത്സരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ കാണിക്കേണ്ടത് മത്സരിച്ചിട്ട് അല്ല, 42ഓളം പേര് ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ലീഡേഴ്സൊന്നുമില്ല. കോൺഗ്രസിൻ്റെ അല്ലെ CPMൻ്റെ നേതാക്കൾ പിണറായി വിജയൻ മത്സരിക്കുന്നു, ധർമ്മടത്ത് മത്സരിക്കുന്നു. ധർമ്മടത്തേക്ക് അത് ഒരു ദിവസം പോയാൽ മതി, കാരണം അവിടെ അദ്ദേഹത്തിന് വേണ്ടി അതെല്ലാം ചെയ്യാനാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എൻ്റെ സഹപ്രവർത്തകർ മത്സരിക്കുന്നതൊക്കെ എനിക്ക് ഓടിയെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ പോയാൽ എനിക്ക് അതിനുള്ള സാധ്യത കുറയും. അവരെ ശബ്ദം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടേക്ക് എനിക്ക് എത്തേണ്ട കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മത്സരത്തിലേക്ക് ഞാൻ പോയാൽ പൂർണ്ണമായും എനിക്ക് അവിടെ നിൽക്കേണ്ട കാര്യം, ഞാൻ അത്രയും വലിയ ഫെമിലിയർ നേതാവൊന്നുമല്ല, കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവൊന്നുമല്ല. അപ്പം ഞാൻ അവിടെ പൂർണ്ണമായും ആ സമയം ചെലവഴിക്കണം. ഞാനതിൽ വ്യക്തമായി പറയാം, ഞാനിപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലം ഉണ്ട്. മണ്ഡലത്തിൽ ഇപ്പോൾ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്, കോട്ടയം, ഇടുക്കിയൊക്കെ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഞങ്ങളുടെ വോളണ്ടിയേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ബേസിൽ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് 7000-ലധികം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ 7000-ലധികം വോട്ട് നേടിയ ആളാണ്. അപ്പം തൊടുപുഴയിൽ അദ്ദേഹം മത്സരിക്കുന്നു. അപ്പോൾ എൻ്റെ സാന്നിധ്യവും എൻ്റെ വാക്കുകളും ബേസിലിന് ഒരു 10 വോട്ട് കൂടുതൽ വാങ്ങി കൊടുക്കുമെങ്കിൽ ഞാൻ മറ്റൊരു മണ്ഡലത്തിൽ പോയി എന്നെ പരിചയപ്പെടുത്തി എൻ്റെ പബ്ലിസിറ്റി അല്ല എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തിനുപരി ഞങ്ങൾക്കൊരു MLA സൃഷ്ടിച്ചെടുക്കുക കേരളത്തിൽ എന്നുള്ളത് ആ പൊതു താല്പര്യമാണ് എന്നെ നയിക്കുന്നത്. ഒരു MLA ഞങ്ങൾ കിട്ടിയാൽ കേരളത്തിൽ ഞങ്ങൾ കത്തിപ്പടരും. CPM പറയുന്നത് ഒരു കനൽ മതി എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്കൊരു MLA മതി. ഒറ്റ MLA ഞങ്ങൾക്കുണ്ടായാൽ നിയമസഭയിൽ ഞങ്ങൾ തീ പാറിക്കും. അതിനു വേണ്ടിയുള്ള ശ്രമമാണ്. ആ ശ്രമത്തിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് മത്സരത്തിൽ മാറി നിൽക്കുന്നത്.